സ്വാഗതം ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലേക്ക്. നമ്മളിന്ന് സംസാരിക്കുന്നത് അമേരിക്കയുടെ 47ാമത് പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതിനെക്കുറിച്ചാണ്. 2016 മുതൽ 2020 വരെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അതിനുശേഷം 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്നു. ആദ്യ ടേമിൽ അദ്ദേഹം പ്രസിഡൻ്റായിരിക്കെ ആ തെരഞ്ഞെടുപ്പിൽ 2016 അദ്ദേഹം തോൽപ്പിക്കുന്നത് ഹില്ലരി ക്ലിൻ്റനെയാണ്. അന്ന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത്. എന്നിട്ട് പോലും ആ 4 വർഷം കൂടുതൽ അധികാര പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇക്കുറി കമലാ ഹാരിസിനെ വലിയ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അധികാരം അദ്ദേഹം പ്രകടിപ്പിക്കാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് നേരത്തെ മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ചുമതലയേറ്റത്തിന് തൊട്ട് പിറകെ പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഓർഡറുകൾ, അതായത് വരുന്ന ഗവൺമെൻറ്റിൻ്റെ നയനിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ സൂചന നൽകുന്ന ഉത്തരവുകൾ, ആ ഉത്തരവുകളിലൊക്കെ തന്നെ ഈ അമിതാധികാര പ്രയോഗത്തിൻ്റെ ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് തീവ്രദേശീയത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത്, അതിൻ്റെ ടൂളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, സ്ഥലനാമങ്ങൾ മാറ്റുന്നത് എങ്ങനെയാണ്, പൗരത്വ നിയമ ഭേദഗതി എങ്ങനെയാണ് പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇതൊക്കെ തന്നെ വേറൊരു വിധത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിൻ വിഷയമായിരുന്നു. അത് അദ്ദേഹം അധികാരമേറ്റതിൻ്റെ തൊട്ട് പിറകെ പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ അത് പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും. നമുക്കൊപ്പം ഉള്ളത് പ്രൊഫസർ ജോസഫ് ആൻ്റണിയാണ്. അദ്ദേഹം ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ എക്സ്പേർട്ടാണ്. കേരള സർവകലാശാലയിലെ രാഷ്ട്രീയകാര്യ വിഭാഗത്തിൻ്റെ മുൻ മേധാവി കൂടിയായിരുന്നു അദ്ദേഹം. സ്വാഗതം ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലേക്ക്. എന്ന് തോന്നുന്നു ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെ വായിക്കുമ്പോൾ ട്രംപിന്റെ വരവ് അമേരിക്കക്കാർക്ക് ഇപ്പോ ആദ്യം ചിലപ്പോ സന്തോഷം തോന്നിക്കുന്നുണ്ടാവാം. പക്ഷെ അമേരിക്കയ്ക്കുൾപ്പെടെ ലോകത്തിനൊട്ടാകെ അപകടം സമ്മാനിക്കാൻ പോകുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ്. ഇവിടെ ശ്രീ രാജീവ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം, തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ എതിർപ്പില്ല. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയുടെ 2 ഹൗസുകളിലും, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും സെനറ്റിലും ഭൂരിപക്ഷമായിരിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, കോടതിയിൽ പോലും അമേരിക്കൻ സുപ്രീം കോടതിയിൽ പോലുമുള്ള 9 ജഡ്ജിമാരിൽ 6 പേര് ഒരു പക്ഷേ റിപ്പബ്ലിക്കൻ അനുകൂല ചിന്താഗതി ഉള്ളവരാണ് എന്നുള്ളൊരു അനുകൂലമായ വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നു. അതിനൊക്കെ പുറമെ മുൻപ് 1ാം ട്രംപ് ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി 2ാം ട്രംപ് ഭരണത്തിൽ നമ്മൾ കാണുന്നത്, നമുക്കറിയാം, ഈ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പദവികളിലോട്ടൊക്കെ വെക്കുന്നത് നേരത്തെ ഹെൻറി കിസിഞ്ചർ പോലെയുള്ള ആളുകൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്നു, കോണ്ടോലിസ റൈസിനെ പോലെ പ്രൊഫസർമാർ ആയിരുന്നു, മഡലിൻ ആൽബ്രൈറ്റിനെ പോലെയുള്ള ആയിരുന്നു. അങ്ങനെയുള്ള വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ, അതായത് മേഖലകളിൽ എക്സ്പേർട്ടീസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സുരക്ഷാ മേധാവികളായിട്ട് 4 സ്റ്റാർ ജനറൽമാര്, അതായത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജനറൽമാരെയൊക്കെയാണ് അത്തരം പദവികളിൽ വെച്ചിരുന്നത്. അങ്ങനെയുള്ള പദവികളിൽ വെച്ചുകൊണ്ടാണ് 1ാം ഭരണം നടന്നതെങ്കിൽ ഇപ്പോ നമ്മൾ കാണുന്നത് ഈ ട്രംപ് പറയുന്നതിന്റെ അപ്പുറത്ത്, അതായത് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന തരത്തിൽ അർദ്ധരാത്രി എഴുന്നേറ്റ് ട്രംപ് പറയുകയാണ് ഇപ്പൊ പകൽ സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സൂര്യന് ഒന്നല്ല ഒരുപാട് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള സെക്രട്ടറിമാരെയാണ് അദ്ദേഹം പല വകുപ്പുകളുടെ സെക്രട്ടറിമാരായിട്ട് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിഭയങ്കരമായി എല്ലാ അധികാരങ്ങളും ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ശക്തമായ എക്സിക്യൂട്ടീവ് അധികാരിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ശക്തമായ എക്സിക്യൂട്ടീവ് അധികാരി, ഏറ്റവും ശക്തമായ സൈനിക സാമ്പത്തിക ശക്തിയായിട്ടുള്ള രാജ്യത്തിന്റെ ഭരണാധികാരി, ഈ മാതിരിയുള്ള എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും, പാർട്ടിയിൽ പോലും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യപ്പെടാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് അപകടകരമാകുമെന്നുള്ളതിന്റെ ഏറ്റവും, ഞാൻ അദ്ദേഹം നടത്തിയ എല്ലാ പ്രസംഗത്തിന്റെ വാചകത്തിനകത്ത് ഒരു വാചകം നമ്മൾ ശ്രദ്ധിക്കാം. അത് വാർത്താമാധ്യമങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഒരു വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇപ്പോഴും, അമേരിക്ക ഈസ് ഗ്രോയിങ് അഗെയിൻ എന്നാ പറഞ്ഞു.
അപ്പൊ എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, അമേരിക്കൻ ഇക്കോണമി ക്യാൻ ഇൻക്രീസ് ആൻഡ് അമേരിക്കൻ ടെറിട്ടറി ക്യാൻ ഓൾസോ ബി എക്സ്പാൻഡഡ്. മനസ്സിലെ, അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വളരാം, അതുപോലെ തന്നെ അമേരിക്കൻ പ്രവിശ്യകൾക്കും വളരാം. അപ്പൊ അമേരിക്കൻ പ്രവിശ്യകൾക്കും വളരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ പനാമ കനാൽ ഞങ്ങൾ പിടിച്ചെടുക്കും, മെക്സിക്കോ മെക്സിക്കോ കടലിന്റെ പേര് അമേരിക്കൻ കടൽ എന്നാക്കി മാറ്റും, കാനഡയെ വേണമെങ്കിൽ 51ാമത്തെ ഒരു അമേരിക്കൻ സംസ്ഥാനമാക്കി മാറ്റാം. ഈ മാതിരിയുള്ള ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയും വേറൊരു പരമാധികാര റിപ്പബ്ലിക്കിന്റെ പ്രദേശം പിടിച്ചെടുക്കാനും ആ സ്ഥലത്തെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ആവൽക്കരമായ എന്ത് സംഭവമാണുള്ളത്? അങ്ങനെ പറയുന്നത് ഞാനൊരു ആഗോളതലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ നിൽക്കുന്ന ആളാണ്, യൂണിഫയർ ആണ് എന്നൊക്കെ പറയുന്ന ആള് തന്നെ ഈ അമേരിക്കയിൽ തന്നെ വിഭജനമാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ അദ്ദേഹം ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഇനി സ്ത്രീയും പുരുഷനേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന എത്രയോ പഴഞ്ചനായിട്ടുള്ള ഒരു നിലപാടിലേക്കാണ്, മനുഷ്യത്വ വിരുദ്ധമായ മനുഷ്യാവകാശ വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ വളരെ അപകടകരം എന്ന്, അതായത് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അപകടം നൽകാൻ പോകുന്ന തരത്തിലുള്ള അമിതാധികാര പ്രവണതയുള്ള ഒരു പ്രസിഡന്റാണ് അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. അത് വളരെ ആശങ്കയോട് മാത്രമേ ലോകത്തിന് കാണാൻ കഴിയൂ. റൈറ്റ്. ഇത് പറയുമ്പോഴേ നമ്മൾ അമേരിക്ക പൊതുവിൽ വലിയ ജനാധിപത്യ ബോധമുള്ള, മനുഷ്യാവകാശ ബോധമുള്ള ഒരു സൊസൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതേ സൊസൈറ്റി തന്നെയാണ് ലോകത്ത് പല ഭാഗങ്ങളിലെ അധിനിവേശങ്ങൾക്കും അതിനെ ചൂടുപിടിച്ചുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമൊക്കെ അംഗീകാരം കൊടുത്തതെന്നുള്ള വസ്തുത അവിടെ വേറെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പൊതുവിൽ ഇങ്ങനെയാണ് വിവക്ഷിക്കപ്പെടുക. അവിടെ ഈ പറയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ അമിതാധികാര പ്രവണത, മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം, അതുപോലെ ഈ വളരെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, ഇതൊക്കെ അത്ര എളുപ്പം സാധ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. അതുപോലെ ബർത്ത് റൈറ്റ്, സിറ്റിസൺഷിപ്പ് എന്നുള്ളത് അവിടുത്തെ ഒരു ബർത്ത് റൈറ്റ് ആയിരുന്നു, അത് ഭരണഘടനാദത്തമായ അവകാശമാണ്, അത് പിൻവലിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ക്ലൈമറ്റ് ഉച്ചകോടി എഗ്രിമെൻറ്റ്, പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുന്നതിനുള്ള വഴി ആലോചിക്കാൻ അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നു. ഈ ട്രേഡ് ആൻഡ് താരിഫ് എഗ്രിമെൻറ്റുകൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. ഇപ്പോൾ ചൈനയും കാനഡയും മെക്സിക്കോ ആയിട്ടുള്ള ട്രേഡ് ആൻഡ് താരിഫ് എഗ്രിമെൻറ്റ് പുനഃപരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കും. ഇങ്ങനെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ഇതിനെങ്ങനെയാണ് അമേരിക്കൻ സൊസൈറ്റി ഉൾക്കൊള്ളുക? അല്ല, നമ്മള് ഈ ആഗോളതലത്തിൽ തന്നെ ഈ ജനാധിപത്യം എന്ന് പറയുന്ന സമ്പ്രദായത്തിനുണ്ടായിരിക്കുന്ന ഒരു അപജയം മനസ്സിലാക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഇപ്പൊ അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഓൾഡസ്റ്റ് ഡെമോക്രസി എന്നാ പറയുന്നത്. അങ്ങനെ ഓൾഡസ്റ്റ് ഡെമോക്രസി എന്ന് പറയുന്ന അമേരിക്കയിൽ ഉൾപ്പെടെ ജനാധിപത്യത്തിന് വലിയ അപജയം സംഭവിച്ചിട്ടുണ്ട്. ആ അപജയത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഉണ്ടായ ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ്. അത് ആഗോളവൽക്കരണം ഒന്ന്, അവിടുത്തെ മുതലാളിമാരെ കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ അനുവദിച്ചു. പുറത്തുള്ള ഒരുപാട് ആളുകളെ ഈ അമേരിക്കയിലേക്ക് കുറഞ്ഞ കൂലിയിൽ ജോലി ചെയ്യാനായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാക്കി. അപ്പോ ഇതുകൊണ്ടുണ്ടായ പ്രശ്നം എന്താണ്? അമേരിക്കയിലെ അവിടുത്തെ വ്യവസായികൾ അവിടെ നിന്നപ്പോ ഉണ്ടായിരുന്ന ആനുകൂല്യം അമേരിക്കക്കാർക്ക് നഷ്ടപ്പെട്ടു. രണ്ട്, പുതിയതായിട്ടുള്ള ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ വന്ന ആളുകൾ വന്നപ്പോൾ വീണ്ടും അവർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയിലെ സാധാരണക്കാരും. അപ്പൊ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള സംഗതികളുടെ ഫലമായിട്ടും ഉള്ള സാമ്പത്തിക പ്രതിസന്ധിയും അവിടെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള, അത് അമേരിക്കയിൽ മാത്രമല്ല, എല്ലാ പാശ്ചാത്യ ലോകത്തും ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ മറ്റുള്ള ആളുകൾ, ഈ കുടിയേറ്റക്കാരെന്ന് പറയുന്ന വിഭാഗങ്ങൾ അവിടേക്ക് വരികയും അമേരിക്കൻ മുതലാളിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി, ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി കൂടുതൽ ലാഭവും സമ്പത്തും ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് അമേരിക്കയിലെ മധ്യവർത്തികളായ ജനങ്ങളാണ്. അപ്പൊ അവർക്ക് ഈ ഭരണകൂടത്തോട്, അതായത് എല്ലാം ഈ മുതലാളിമാരാണ് ചെയ്യുന്നതെങ്കിലും ഭരണകൂടത്തിനാണല്ലോ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വരുന്നത്. അപ്പൊ ഈ ഭരണകൂടമാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് വരുത്തി തീർക്കുന്നതിൽ ഇത്തരം പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ, ട്രംപിനെ പോലെയും അർജന്റീനയിലെ എയർ മെലയെ പോലെയും ബ്രസീലിലെ ബൊൾസനാരോയെ പോലെയും ഒക്കെയുള്ള നേതാക്കൾ ഇത് വിജയിച്ചു. അതായത് ഇത് മറ്റുള്ളവരാണ്, ദി അതർ ഈസ് യുവർ എനിമി എന്ന് പറയുന്ന തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഈ ഇത്തരം പ്രത്യയശാസ്ത്രം. ഇപ്പൊ നമുക്കറിയാം 2016 മുതൽ 20 വരെ അധികാരത്തിലിരുന്ന ട്രംപ് തോറ്റിട്ടും ട്രംപിന്റെ പിന്തുണയിൽ യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ട്രംപിന്റെ പിന്തുണയിൽ കുറവ് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങളെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട്, അതായത് ഈ ഇമിഗ്രേഷൻ ഈ അനധികൃത കുടിയേറ്റം കുറച്ചാൽ നിലവിൽ കുടിയേറി വന്നവർക്ക് അതിന്റെ ഗുണം കിട്ടും എന്ന് ധരിപ്പിക്കുന്നതിൽ വരെ അവർ വിജയിച്ചു. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ വംശജർ, ഇപ്പൊ ലത്തീൻ അമേരിക്കക്കാര്,
പിന്നെ ബ്ലാക്ക് ആഫ്രിക്കൻസ്, നമ്മുടെ ആൾക്കാർ ഉൾപ്പെടെ ട്രംപ് നോട്ട് ചെയ്തു ഇത്തവണ. അപ്പൊ അങ്ങനെ, അതായത് ഈ ജനാധിപത്യം എന്ന് പറയുന്നതല്ല, മറിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയമായി ലോക രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്. അവിടെ ജനാധിപത്യവും മതേതരത്വവും അല്ലെ മനുഷ്യാവകാശത്തിനൊന്നും വലിയ വിലയില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇദ്ദേഹം പിന്നെ ഒരു ഇദ്ദേഹത്തിന്റെ റെട്രിക്, അതായത് എല്ലാം അങ്ങ് പ്രഖ്യാപിക്കാണല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ എന്റെ ഒന്നാമത്തെ ദിവസം 1,10,00,000 വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ നിന്ന് കുടിയിറക്കും എന്നാ പറഞ്ഞത്. മനസ്സിലായി? അപ്പം കുടിയിറക്കാനുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി വന്നു. കുടിയിറക്കാൻ അത്ര ഈസിയാണോ? 1,10,00,000 ആളുകളെ, അതിൽ 8,00,000 ആളുകൾ ഇന്ത്യക്കാരാണ്. അങ്ങനെയുള്ള ഇത്ര ആളുകളെ എങ്ങോട്ട് കുടിയിറക്കും, ആര് കുടിയിറക്കും, എങ്ങനെ കുടിയിറക്കും? അവിടുത്തെ നിയമവ്യവസ്ഥ ഒന്നും പെട്ടെന്ന് അനുവദിക്കുന്നില്ല. ഇതങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ ഇത് കേട്ട ആൾക്കാർ കൈയടിക്കുകയാണ്. കൈയടിച്ച് കൈയടിക്കാർ തന്നെ വോട്ടും ചെയ്തു. ഇന്നിപ്പോ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന എന്താ, അതായത് ഈ അമേരിക്കയിൽ പിന്നെ അനധികൃതമായോ അല്ലാതെയും വന്ന H1B അല്ലേ, H1B വിസയിലൂടെ വന്ന മാതാപിതാക്കൾക്ക് കുട്ടികൾ അവിടെ ഉണ്ടായാൽ അവിടെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കും. അതോടെ തന്നെ അത് 1868 14ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നതാണത്. അത് പിന്നെ അത് ഇദ്ദേഹം പറയാണ് ഞാനത് നിർത്തലാക്കാൻ എങ്ങനെ പറ്റും? അമേരിക്കൻ ഭരണഘടന പിന്നെ ഭേദഗതി ചെയ്താൽ മാത്രമേ അത് നിർത്തലാക്കാൻ കഴിയൂ. അല്ലാത്തടത്തോളം അത് പറ്റില്ല. അമേരിക്കൻ ഭരണഘടന ഭേദഗതി എന്നപ്പോൾ 200-ലേറെ വർഷം, 225ഓളം വർഷം പഴക്കമുണ്ട് അമേരിക്കൻ ഭരണഘടനയ്ക്ക്. അമേരിക്കൻ 225ഓളം വർഷം പഴക്കമുള്ള ഭരണഘടന ഇതുവരെ 26 തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രമാത്രം റിജിഡാണ് ആ ഭരണഘടന ഭേദഗതി ചെയ്യാൻ. പിന്നെ 3/2 ഭൂരിപക്ഷം വേണം, പിന്നെ പാർലമെന്റിൽ, പിന്നെ 3/2 പിന്നെ സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം, ചിലപ്പോൾ 4-3 സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം. ഇങ്ങനെയുള്ള വളരെ റിജിഡായിട്ടുള്ള നയങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അമേരിക്കൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെയുള്ള അത് കേൾക്കുമ്പോൾ ഉടനെ കൈയടിക്കുകയാണ്. ഇത് നടപ്പിലാവുമോ? ഇത് ഈ പരിപാടി എന്തെങ്കിലും നടപ്പിലാവുന്നതാണോ എന്നുള്ളതാണ് ആലോചിക്കാതെയാണ് ഈ പറഞ്ഞ ഈ മാസ് സൈക്കോളജി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് കൈയടിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, ഈ പറയുന്ന തരത്തിൽ പ്രവർത്തിക്കൽ വളരെ വളരെ പാടാണ്. അങ്ങനെയുള്ള പ്രയാസം ഇനി അങ്ങോട്ടാണ് മുമ്പോട്ട് പോകുമ്പോൾ. ഇപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് പാരീസ് കരാറിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകുമെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ WTO നിന്ന് അദ്ദേഹം പിന്മാറും എന്ന് പറയുന്നു. മെക്സിക്കോയുടെ ബോർഡറിൽ എമർജൻസി ഇപ്പോ തന്നെ, അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഈ പറഞ്ഞ മെക്സിക്കോ ബോർഡറിൽ വളരെ ശക്തമായ പിന്നെ ബോർഡർ പ്രൊട്ടക്ഷൻ നടത്തുകയും ഒരുപാട് ആളുകളെ, ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ പിന്നെ കണ്ടില്ല കേട്ടില്ല നടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രഖ്യാപനങ്ങളും നടത്തുന്നത്. അത് കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ് സ്ഥിരം ശൈലിയാണല്ലോ. എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറയുക, അത് പിന്നെ നടക്കുന്നുണ്ടോ ഇല്ലെന്നും ആരും പരിശോധിക്കുന്നില്ലല്ലോ. റൈറ്റ്. അത് പറയുമ്പോൾ ഈ അമിതാധികാര പ്രവണത പ്രകടിപ്പിക്കുന്ന ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു പൊതുരീതി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭരണകൂടങ്ങൾക്ക് ജുഡീഷ്യറി വിധേയപ്പെടുന്നത്, ഇതര കോൺസ്റ്റിറ്റ്യൂഷണൽ സംവിധാനങ്ങൾ വിധേയപ്പെടുന്നത്, ഭരണഘടനയെ തന്നെ മറയാക്കിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കുന്നത്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മളിവിടെ കാണുന്നുണ്ട്. ഇത്തരം സംഗതികൾ ഒരുപക്ഷെ അവിടെയും സാധ്യമാകും എന്നുള്ളൊരു തോന്നലുണ്ടോ? കാരണം വെച്ചാൽ ഇപ്പോൾ 1,10,00,000 വരുന്ന അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞാൽ അവർ ലീഗലി അവിടെ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അത്രയും പേരെ ആ ഭരണകൂടം പുറത്താക്കാൻ തീരുമാനിച്ചാൽ ഭരണകൂടത്തെ, അവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പിന്തുണയ്ക്കല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ക്രൈസിസ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയില്ലേ? അല്ല, അതുപോലും അത്ര എളുപ്പമല്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞത്, ഇങ്ങനൊരു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ നിയമവ്യവസ്ഥ മുഴുവൻ അപ്രകാരം മോശമല്ല. അമേരിക്കയിലെ നിയമവ്യവസ്ഥ പിന്നെ വളരെ കുറച്ച് മെച്ചപ്പെട്ട തരത്തിൽ പ്രവർത്തിക്കുന്ന നിയമവ്യവസ്ഥയുമാണ്. പിന്നെ കുറച്ച് പരാതികളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും, കാരണം ഇപ്പോൾ ഈ ഒരു അനധികൃത കുടിയേറ്റക്കാരനെ പോലും പുറത്താക്കുന്ന അയാളൊരു കോടതിയിൽ പോയി ഒരു ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഓർഡർ വാങ്ങിച്ചാൽ അയാളെ പുറത്താക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നിയമത്തിന്റെ നൂലാമാലകൾ ഇതിനകത്ത് നിരവധിയുണ്ട്.
അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് നടക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർലമെന്റും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ പിന്നെ ഈ പറഞ്ഞ തരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം അദ്ദേഹം അധികാരം ഏറ്റെടുത്ത ദിവസം അദ്ദേഹത്തിന്റെ അധികാരം ഏൽക്കുന്നതിന് എതിരായിട്ട് ട്രംപിനെതിരായിട്ട് വലിയ പിന്നെ പ്രകടനങ്ങൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. അപ്പൊ അങ്ങനെ ഇത്തരം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം, രണ്ടുപേര് തമ്മിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയിക്കുന്ന ഒരാൾ ജയിക്കുന്നു എന്ന് എഴുതിയിട്ട് അമേരിക്കൻ സമൂഹം മുഴുവൻ പിന്നെ ഇദ്ദേഹത്തിന്റെ പിന്നിൽ വന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. ശക്തമായ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് അതായത് ഇപ്പോഴത്തെ ഭരണഘടനാപരമായ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ തോന്നുന്ന കണക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. റൈറ്റ്. മറ്റൊരു കാര്യത്തേക്ക് വന്നപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ ട്രേഡ് ആൻഡ് താരിഫ് എഗ്രിമെൻറ്റുകൾ പുനഃപരിശോധിക്കുക, അതും ചൈന, കാനഡ, മെക്സിക്കോ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ആൻഡ് താരിഫ് എഗ്രിമെൻറ്റുകൾ പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കാനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ കാനഡയുടെ കാര്യത്തിൽ ഇറക്കുമതി ചുങ്കം 25% വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ചൈനയുടെ കാര്യത്തിൽ അത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അധികാരമേറ്റതിൻ്റെ തൊട്ട് പുറകെ ചൈനയെ പോലെ ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കർക്കശമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും സ്വാധീനം ചെലുത്തുക? അല്ല, ഇത് അതിനകത്ത് ചൈനയുടെ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ മൊത്തം അദ്ദേഹം പറഞ്ഞത് ചൈനയാണ് നമ്മുടെ ശത്രു, ചൈനയാണ് നമ്മളെ ഒരുപാട് ചൂഷണം ചെയ്യുന്നത്, അതുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഞാൻ 60% ചുങ്കം ഏർപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അത്രയും 60% ചുങ്കത്തിന്റെ കണക്ക് ഇപ്പൊ അദ്ദേഹം പറയുന്നില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹം ഒരുപാട് നേതാക്കന്മാരെയൊന്നും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള പിന്നെ പ്രധാനമന്ത്രിമാരെ അദ്ദേഹം ക്ഷണിച്ചില്ല. അദ്ദേഹം ക്ഷണിച്ചതിൽ ഒരാള് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ് നേരിട്ട് ക്ഷണിച്ചത്. എന്ന് മാത്രമല്ല, അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഷീ ജിൻപിങ്ങുമായിട്ട് ഫോണിൽ സംസാരിക്കുക വരെ ചെയ്തു. അധികാരം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചൈനയുടെ ടിക്ടോക്ക് എന്ന് പറയുന്നത് നിരോധിച്ചിരുന്നതിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചു. അപ്പൊ അതായത് ഞാൻ പറഞ്ഞു വരുന്നതിനകത്തുള്ള ഒരു കോൺട്രഡിക്ഷൻ, അതായത് ഒരേ സമയം അദ്ദേഹം ഇങ്ങനെ വലിയ പിന്നെ വർത്തമാനം പറയുകയും അതേസമയം ഇങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞ കാര്യം. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിപ്പോ പറയും, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന 2 കാര്യങ്ങളാണ്. ട്രംപിനെ വിശേഷിപ്പിക്കാൻ 2 തരത്തിൽ. ഒന്ന്, അദ്ദേഹം ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് ആണ്. ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം കാര്യം, സ്വന്തം രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം, വേറൊരു രാജ്യവുമായിട്ടുള്ള ഇടപെടൽ സ്വന്തം രാജ്യങ്ങൾക്ക് സത്യത്തിന് മാത്രം താല്പര്യം കൊടുക്കുന്ന ഒരു പ്രസിഡന്റ് ആണ് എങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയാം. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സവിശേഷത, അദ്ദേഹം അൺപ്രഡിക്റ്റബിൾ ആണ്. അദ്ദേഹം പ്രവചിക്കാനാവില്ല. അദ്ദേഹം അടുത്ത തവണ എന്ത് ചെയ്യും എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ആ തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ആള് ചിലപ്പോൾ ഇന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഗുണകരമാണ് എന്ന് തോന്നിയാൽ നാളെ മാറ്റാം. അപ്പൊ അങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് ഇപ്പൊ തന്നെ അമേരിക്കയും ചൈനയും നേതാക്കന്മാർ, ഇപ്പൊ ഷീ ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപും തമ്മിൽ എത്രയും പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീ രാജു സൂചിപ്പിച്ചതുപോലെ അമേരിക്കയും ചൈനയും എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സാമ്പത്തിക ശക്തികൾ മാത്രമല്ല, സൈനിക ശക്തികളും രാഷ്ട്രീയ ശക്തികളുമാണ്. അപ്പൊ ഈ 2 രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ 2 രാജ്യങ്ങളിൽ ഒതുങ്ങി നിൽക്കത്തില്ല. എന്ന് മാത്രമല്ല, ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ശൃംഖലയുടെ ഒരു വലിയ നിയന്ത്രണം ഇപ്പോഴും ഉള്ളത് ചൈനയ്ക്കാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പിന്നെ 1-2 പ്രഖ്യാപനങ്ങളിലൂടെയൊന്നും ഇത് പരിഹരിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം വലിയ ഡ്രാഗൺ പിന്നെ കരങ്ങൾ പിടിച്ചു നിൽക്കുന്ന പോലെയാണ് ചൈനയുടെ കരങ്ങൾ ലോക വ്യാപാര മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് ചുങ്കം ഏർപ്പെടുത്തിയാൽ അതിന് ചൈനയ്ക്ക് ഓഫ്കോഴ്സ് പ്രശ്നമുണ്ട്. എന്നാൽ ഈ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വരുന്ന അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം അവിടെ ഉണ്ട്. അപ്പൊ അവർക്കത് കിട്ടാതാവും മാത്രമല്ല, ഈ ചൈനയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് നടത്തുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുണ്ട്. അവർക്കത് ഇല്ലാതാവും. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പം പിന്നെ എന്താണ് അതിന് പ്രതിവിധി? അതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല. അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെ 2 വലിയ സമ്പന്ന രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് ലോക സമ്പദ് വ്യവസ്ഥയെയും ലോക രാഷ്ട്രീയ വ്യവസ്ഥയും അത് വളരെ ഗുരുതരമായി ബാധിക്കും. അപ്പൊ അങ്ങനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്താ പ്രതിവിധി?
ആ പ്രതിവിധി എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് താഴേക്ക് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചൈന അവരുടെ നയം വ്യക്തമായിട്ടുണ്ട്. ചൈന പറയുന്നത് ഇപ്പൊ അവരുടെ വൈസ് പ്രസിഡന്റ് പോയി പിന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ കണ്ടു, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ട അവർ പറഞ്ഞത് രണ്ട് വലിയ രാജ്യങ്ങളാണിത്, നമുക്ക് രണ്ടുപേർക്കും സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശമാണ് അവർ നൽകിയത്. അപ്പൊ അങ്ങനെയുള്ള ചൈനയെ സംബന്ധിച്ച് അവരൊരു കോൺഫ്രണ്ടേഷനിസ്റ്റ് നിലപാടല്ല എടുക്കുന്നത്. എന്നാൽ അമേരിക്ക ഇപ്പോൾ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത് ബൈഡന്റെ കാലത്തും ആ കോൺഫ്രണ്ടേഷനിസ്റ്റ് നിലപാട് തന്നെയാണ്. കാരണം അതിന് കാരണമുണ്ട്. ചൈന നമുക്കറിയാം അമേരിക്കയുടെ മേധാവിത്വത്തെ രാഷ്ട്രീയ രംഗത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിനെ വളരാൻ അനുവദിച്ചാൽ അമേരിക്കയുടെ ഒന്നാം സ്ഥാനം കൈവിട്ടു പോകും. അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പിന്നെ നമ്മുടെ ഈ എന്താണ് പറയുന്നത്, ചിപ്പുകളുടെയൊക്കെ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ പരമാവധി ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ചൈനയെ തടയുക എന്നുള്ള ലക്ഷ്യമാണ് അവിടെ ഉള്ളത്. റൈറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എടുത്തു കഴിഞ്ഞാൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് ട്രംപിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് പോലെ സംസാരിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ രണ്ടാം ടേമിൽ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ചുങ്കത്തിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിരുന്നു. അത് വർദ്ധിപ്പിക്കുന്ന കാര്യമൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടാം തവണ അധികാരമേൽക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടില്ല. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് അമേരിക്കയെ സംബന്ധിച്ച്. എന്നിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം ഈ ആദ്യ ടേമിൽ ഉണ്ടായിരുന്നത് പോലെ അത്രത്തോളം ഊഷ്മളമായിരിക്കുമോ, അതോ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ ഈ എന്താ പറയുക, ബർത്ത് റൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ വരുത്തുകയാണെങ്കിൽ അത് ഇന്ത്യക്കാരൊക്കെ വലിയ തോതിൽ ബാധിക്കും. ഈ ആളുകൾക്ക് പിന്നെ ഈ ഇന്ത്യ അമേരിക്ക ബന്ധം ട്രംപിന്റെ കാലത്തുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ല വാസ്തവത്തിൽ. ഈ സാധാരണഗതി നമ്മൾ പറയും, ഈ റിപ്പബ്ലിക്കന്മാര് പ്രസിഡന്റായി ജയിച്ചാലാണ് അമേരിക്കയ്ക്ക് ഗുണം, അല്ലെ ഇന്ത്യക്ക് ഗുണം എന്ന് പറയും. കാരണം റിപ്പബ്ലിക്കന്മാർ ജയിച്ചാൽ അവർ മനുഷ്യാവകാശം, അവർ ജനാധിപത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രണ്ട് രാജ്യങ്ങളുടെ ബന്ധങ്ങളിൽ വലിയ വിഷയമാക്കാറില്ല. ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ ജയിക്കുമ്പോഴാണ് മനുഷ്യാവകാശം, പിന്നെ ഈ മതേതരത്വം, അതല്ലെങ്കിൽ കാശ്മീർ വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവർ ഉന്നയിക്കാറുള്ളത്. കഴിഞ്ഞ വർഷം കമലാ ഹാരിസ് ഉൾപ്പെടെ അത് ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് നമ്മളെ ഏറ്റവും അതായത് അമേരിക്കയുടെ ഈ അടുത്ത കാലത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റ് ഇല്ല ട്രംപ് അല്ലാതെ. ഞാൻ കുറെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. പിന്നെ അദ്ദേഹം ആദ്യം ഈ വർത്തമാനത്തിലൂടെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ചുങ്ക രാജാവാണ്. അതായത് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം അമിതമായ ചുങ്കം ഏർപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ അദ്ദേഹം ചുങ്ക രാജാവെന്ന് വിളിച്ചാണ് കളിയാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയില് ശുദ്ധജലമോ ശുദ്ധ വെള്ളമോ ഇല്ലാത്ത ഒരു രാജ്യമാണ്. റൈറ്റ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പെർസെപ്ഷൻ. റൈറ്റ്. എന്നിട്ട് അദ്ദേഹം നമ്മളൊരു വികസ്വര രാജ്യമാണ്, വികസിത രാജ്യമല്ല. അപ്പൊ വികസ്വര രാജ്യങ്ങളെ ഒരു പ്രത്യേക കാറ്റഗറിയിൽ അന്താരാഷ്ട്ര രംഗത്തുള്ള ട്രേഡുകൾക്ക് വേണ്ടിയിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വികസ്വര രാജ്യങ്ങൾക്ക് ഈ ഒരുപാട് കാര്യങ്ങളിൽ ഈ ചുങ്കം ചുമത്തുന്നതിൽ കുറവുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത്, ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യയെ അത്രയധികം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് ഇവിടെ ആളുകൾ കൊട്ടിഘോഷിക്കുന്ന പിന്നെ ട്രംപ് എന്താ ചെയ്തത്? നമ്മളെ ഒറ്റ അടിക്ക് വികസ്വര രാജ്യത്തിന്റെ പട്ടികയിൽ നിന്ന് വെട്ടി വികസിത രാജ്യമാക്കി മാറ്റി. അപ്പൊ അങ്ങനെ വികസിത രാജ്യമാക്കി മാറ്റിയപ്പോൾ നമുക്ക് അതുവരെ ലഭിച്ചിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ, വ്യാപാര രംഗത്തുണ്ടായിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ അതോടെ നിന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് ചുങ്കം ഏർപ്പെടുത്താൻ തുടങ്ങി അധികമായിട്ട്. മറ്റൊന്ന്, ജനറലൈസ്ഡ് സിസ്റ്റംസ് ഓഫ് എന്ന് പറയുന്ന പിന്നെ പ്രിഫറൻസ് എന്ന് പറയുന്ന GSP എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തി നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പിന്നെ കയറ്റുമതി ചെയ്തിരുന്നു. അത് എടുത്തു കളഞ്ഞു. GSP ഇല്ലാതാക്കിയതോടെ 2000-ഓളം ഉൽപ്പന്നങ്ങൾക്കാണ് നമ്മൾ വീണ്ടും ടാക്സ് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ഇങ്ങനെ അതായത് നമ്മളെ ഒരു തരത്തിൽ നമ്മളെ പരമാവധി ഹാർലി ഡേവിഡ്സൺ എടുത്തോണ്ട് പോയി ഇവിടുത്തെ കമ്പനി പൂട്ടിച്ച് എടുത്തോണ്ട് പോയി. അപ്പൊ ഈ തരത്തിൽ പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ തരത്തിൽ ക്ലൈമറ്റ് പിന്നെ കരാറിൽ നിന്നൊക്കെ പിന്മാറിക്കഴിഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത് പ്രശ്നം. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തരത്തിലും ഇന്ത്യക്ക് അനുകൂലമായി, അതായത് ഒരു വിട്ടുവീഴ്ചയോട് കൂടിയിട്ടുള്ളൊരു നയം ഒരു കാലത്തും സ്വീകരിച്ചിട്ടുള്ള, ഇപ്പൊ ബുഷ് ജൂനിയർ ആവട്ടെ, ബുഷ് സീനിയർ ആവട്ടെ, പിന്നെ ഒബാമ ആവട്ടെ, ഇവരൊക്കെ പല പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത, ഇന്ത്യയെ പരമാവധി ദ്രോഹിച്ചിട്ടുള്ള ഒരു പിന്നെ പ്രസിഡന്റാണ് ഈ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ഈ ട്രാൻസാക്ഷനിസ്റ്റ് ആളാണ്. അദ്ദേഹം പറയുന്നത് അത് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രചാരണ സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞു ഞാനായിട്ട് ചുങ്കം ഏർപ്പെടുത്തും എന്ന് മാത്രമല്ല, അദ്ദേഹം വേറൊരു കാര്യത്തോട് പറഞ്ഞു,
ബ്രിക്സ് രാജ്യത്തിന്റെ നേതാവാണ് ഇന്ത്യ. ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറൈസേഷനിലേക്ക് പോയാൽ, അതായത് ഡോളറിൽ നിന്ന് മാറ്റി പുതിയ ഒരു നാണയം അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ ആ രാജ്യങ്ങൾക്കെതിരെ ഞാൻ 25% ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ പല കറൻസികളിലും റഷ്യയുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ കറൻസി ഉപയോഗിക്കുന്നു, ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ കറൻസി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും അമേരിക്കൻ ലോക മേധാവിത്വത്തെയും അട്ടിമറിക്കുന്നു നല്ലപോലെ അറിയുന്ന ആളാണ് ട്രംപ്. അതുകൊണ്ടാണ് ഇപ്പോഴേ തന്നെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പ്രസിഡന്റ് ആയില്ല, അതിനു മുമ്പെയാണ് ഭീഷണി മുഴക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇന്ത്യക്ക് നല്ല സ്നേഹിതനാണ് എന്ന് പറയുന്നത്? ഇന്ത്യ ദ്രോഹിച്ചിട്ടുള്ള ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള പ്രസിഡന്റാണ് ട്രംപ്. ഇനി അത് തന്നെയാണ് തുടരാനുള്ള സാധ്യത. കാരണം അങ്ങേരെ സംബന്ധിച്ച് എന്താ പറയുന്നത്, ടു മേക്ക് അമേരിക്ക ഫസ്റ്റ് അഗെയിൻ, അങ്ങനെയല്ലേ? മേക്ക് അമേരിക്ക ഫസ്റ്റ് അഗെയിൻ എന്ന് പറയുന്ന ആൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ? റൈറ്റ്. അതിൽ തന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ അമേരിക്ക ആദ്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ അദ്ദേഹം ഉന്നയിച്ച കാര്യം അതാണ്. അതിനുശേഷം പ്രസിഡന്റ് അതിനുശേഷം നടത്തിയ അഡ്രസ്സിലും അദ്ദേഹം അത് പറയുന്നു. ഇതൊരു തീവ്രമായ ദേശീയത ഉണർത്തുന്നൊരു സംഗതിയാണ്. അതിനവിടെ പിന്തുണ കിട്ടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് രണ്ടാം ഘട്ടത്തിൽ കിട്ടുമ്പോൾ, രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ ഒരുപാട് അലിഗേഷൻസ് വേറെയും അദ്ദേഹം നേരിടുന്നുണ്ട്. ക്യാപിറ്റൽ കെട്ടിടത്തിൽ വലിയ ആക്രമണം നടത്തിയതിൻ്റെ പേരിൽ ആരോപണം നേരിടുന്നു. ഒരു പ്രസിഡന്റും നേരിടാത്ത ആരോപണങ്ങൾ പലതും നേരിടുമ്പോഴാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. അപ്പോൾ ഈ തീവ്രദേശീയത അവിടെ അദ്ദേഹത്തിനൊരു വലിയ എഡ്ജ് കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ഊന്നുകയാണ്. അപ്പോൾ ഈ ആദ്യം അമേരിക്ക എന്നുള്ളൊരു പോളിസി വരുമ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ മറ്റ് പരിഗണനകളൊക്കെ അദ്ദേഹം മാറ്റിവെക്കും എന്ന് നമ്മൾ കരുതണോ? അതിന് പാകത്തിന് ഇപ്പോൾ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറും എന്ന് പറയുമ്പോൾ ഫോസിൽ ഫ്യൂവൽസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനോ ഉപയോഗിക്കാനുള്ള അനുമതി അമേരിക്കയ്ക്ക് കിട്ടുന്നു. അതുവഴി അവിടുത്തെ വ്യവസായങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു, സാമ്പത്തിക ഇതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനൊക്കെ വലിയ പിന്തുണ കിട്ടാനുള്ളൊരു സാധ്യതയില്ലേ? അല്ല, അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ക്ലൈമറ്റ് കരാറിൽ നിന്ന് പിന്മാറുന്നു, WHO നിന്ന് പിന്മാറുന്നു, അതുപോലെ തന്നെ എണ്ണ പ്രകൃതിവാതക കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് സമ്പത്തുണ്ടാക്കണമെന്ന് പറയുന്നു, ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ നമുക്ക് വലിയ ശക്തിയാക്കാൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പൊ അങ്ങനെ ആ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോ തന്നെ അമേരിക്കൻ സഖ്യകക്ഷികളായിട്ടുള്ള എന്താണ് നാറ്റോയിലെ അംഗമാണ് ഡെൻമാർക്ക്, യൂറോപ്യൻ യൂണിയൻ അംഗമാണ് ഡെൻമാർക്ക്, പിന്നെ G7 എന്ന് പറയുന്ന സംഘത്തിലെ അംഗമാണ് കാനഡ, നാറ്റോയിലെ അംഗമാണ് കാനഡ, അമേരിക്കയുടെ അയൽരാജ്യമാണ് കാനഡ. ഇങ്ങനെയുള്ള അതായത് അമേരിക്കയോടുകൂടി അടുത്ത് നിൽക്കുന്ന സഖ്യകക്ഷികളായിട്ടുള്ള പല നിലകളിൽ പല സംഘടനകളിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. കാരണം ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിനകത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ഞങ്ങൾ ഒരുപാട് കാശ് ചെലവാക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഇനി പൈസ ചെലവാക്കി സുരക്ഷ തരാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ കാശ് തരണം. ജപ്പാനോട് പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ ന്യൂക്ലിയർ അംബ്രലയുടെ കീഴിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് സൗജന്യമായിട്ട് തരാൻ പറ്റില്ല, ഞങ്ങൾ അതിനുള്ള സമ്പത്ത് ചെലവഴിക്കണം. സൗത്ത് കൊറിയയോട് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരേ സമയം പിന്നെ ഇദ്ദേഹം എന്താണ് പറയുന്നത്, അമേരിക്കയെ വലുതാക്കണമെന്ന് പറയുമ്പോൾ അത് തീകോരി ഇടുന്നത് ഇവരുടെ സഖ്യകക്ഷികളുടെ മനസ്സിൽ തന്നെയാണ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിലാണ്. അപ്പൊ അന്തർദേശീയ രംഗത്തിനല്ല പ്രാധാന്യം, അമേരിക്കയ്ക്കാണ് പ്രാധാന്യം എന്ന് വരുമ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഈ ഒറ്റ ഉദാഹരണം, നമ്മൾ ഈ പിന്നെ കരാറിൽ നിന്ന് പിന്മാറുന്നു, ഈ എന്താണ് കാലാവസ്ഥാ കരാറിൽ നിന്ന് പിന്മാറുന്നു, അവിടെ ചെലവഴിക്കേണ്ട പൈസ വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റുള്ള രാജ്യങ്ങളും, അതായത് ഇതിപ്പോ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് കമ്മിറ്റ് പൈസ തരാമെന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾക്കാരത് പിന്മാറും. ഇപ്പോ തന്നെ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മോളി പോയി കഴിഞ്ഞു. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആരനുഭവിക്കുന്നത്? ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, 3-4 ലോക രാജ്യങ്ങളാണ്. അപ്പൊ അവരുടെ കാര്യത്തിലൊന്നും പിന്നെ അദ്ദേഹത്തിന് യാതൊരു കൺസേണും ഇല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിയിരുന്നാരാ? പിന്നെ എല്ലാ വ്യവസായികളും, വൻ വാണിജ്യ വ്യവസായ മേഖലയിലുള്ള വമ്പന്മാരാണ്, കോർപ്പറേറ്റുകളാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ക്ഷണിച്ചത് അർജന്റീനയിലെ ട്രംപ് എന്ന് പറയുന്ന മെലൈ, ജോർജിയയിലെ സെമി ഫാസിസ്റ്റ് ലീഡർ ആയിട്ടുള്ള ജോർജിയ മെലോനി, ഈ മാതിരിയുള്ള ആളുകളെയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്താണ് ലക്ഷ്യം? അദ്ദേഹം പിന്നെ പ്രസരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം എന്താണ്? അതൊരു തീവ്ര ദേശീയ രാഷ്ട്രീയമാണ്. ആ തീവ്ര ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനമാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്
മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, മാഗ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഇന്ത്യ ചെയ്താൽ ഇന്ത്യക്ക് ഗുണം കിട്ടും. അതല്ലാതെ ഇന്ത്യക്ക് ഇങ്ങനെ എന്തെങ്കിലും വാരിക്കോരി ട്രംപ് തരും, സഹായിക്കും എന്ന് പറഞ്ഞാല് ചൈനയ്ക്കെതിരാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട്, ചൈനയ്ക്കെതിരായി ഇന്ത്യയെ ശക്തിപ്പെടുത്തി കൂടെ നിർത്തണം എന്നുള്ളത് കൊണ്ട്, അങ്ങനെ ഉള്ള രീതിയിൽ ആ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യക്ക് എന്താണ് പറയുന്നത് സാമ്പത്തിക നേട്ടം. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഈ ഒരു പ്രശ്നം കുട്ടികൾക്ക്, അതായത് അമേരിക്കയിൽ ജനിച്ച കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ജനസംഖ്യയുടെ 2/3 ഭാഗം തിരിച്ചു വരേണ്ടി വരും. കാരണം കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുമ്പോൾ അതിന്റെ പേരിലാണ് നമുക്ക് പിന്നെ ബാക്കിയുള്ള മാതാപിതാക്കൾക്കൊക്കെ പൗരത്വം ലഭിക്കുന്ന സ്ഥിതി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യ, നമുക്കറിയാം H1B വിസ, H1B വിസയുടെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. അപ്പൊ അങ്ങനെ പോകുന്നതിന്റെ ഒരു കാര്യം, അമേരിക്ക ഒരു ഡ്രീം ആണല്ലോ. അപ്പൊ അവിടെ പോയി നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ എന്ന് കരുതുന്ന ആൾക്കാർക്ക് മുഴുവൻ ഈ പറഞ്ഞ നിയമം ഭേദഗതി പാസ്സാവില്ല എന്നുള്ളതാണ് ഉറച്ച എന്റെ വിശ്വാസം. ആ ഭേദഗതി പാസ്സായാൽ ഈ ആൾക്കാർ മുഴുവൻ ഇന്ത്യയിലേക്ക് വരേണ്ടി വരും. അങ്ങനെ ഇന്ത്യക്ക് ഗുണമാണോ അപ്പൊ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇന്ത്യ ഉൾപ്പെടെ, അതായത് വേറൊരു രാജ്യവും, നമ്മൾ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, വേറെ ഒരു രാജ്യവും ട്രംപിനെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതല്ല, അമേരിക്ക മാത്രം. ആ ഒരു അതായത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രീയ രാജ്യം അത്തരമൊരു നിലപാടെടുത്താൽ അത് ലോകത്തിനൊട്ടാകെ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ അമേരിക്ക ആദ്യം എന്നുള്ളൊരു പോളിസി എടുക്കുന്നു, അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കുക എന്നുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ ഉക്രൈൻ അതിനെ സഹായിക്കുക എന്നുള്ളതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂല പോളിസി തുടരുമ്പോൾ തന്നെ ഇസ്രായേലിനെ സാമ്പത്തികമായും സൈനികമായും ഇത്രത്തോളം സഹായിക്കേണ്ടതില്ല എന്ന് ട്രംപ് തീരുമാനിക്കാനുള്ളൊരു സാധ്യത, അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് ഭയക്കാത്ത ഒരേ ഒരു രാജ്യമേ ഉള്ളൂ ലോകത്ത്, അത് ഇസ്രായേലാണ്. അതിന്റെ 1-2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ജോൺ മീർഷീമറും സ്റ്റീവൻ വോൾട്ടും ഒക്കെ എഴുതിയ പുസ്തകത്തിൽ ഇസ്രായേൽ ലോബി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന പോലെ, അമേരിക്കയുടെ ഇസ്രായേൽ നയം തീരുമാനിക്കുന്നത് അമേരിക്കയല്ല, ഇസ്രായേൽ ലോബിയാണ്. ആ ഇസ്രായേൽ ലോബിയെ വിട്ടുകൊണ്ട് ഒരു കളിയും ഒരു അമേരിക്കൻ പ്രസിഡന്റ്, ട്രംപിന് പോലും കളിക്കാൻ പറ്റില്ല. അതാണ് ആ ഒരു കാര്യം. പിന്നെ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്, ട്രംപിന്റെ മരുമകൻ യഹൂദനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇസ്രായേലിനെ തൊട്ടുള്ള ഒരു കളിയും കളിക്കൂല അദ്ദേഹം. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം അധികാരത്തിൽ ഏറ്റെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് നെതന്യാഹുവും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാർ ആ കൂടിക്കാഴ്ചയുടെ ഫലമാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ആ കൂടിക്കാഴ്ചയിൽ നെതന്യാഹുവിന് ട്രംപ് പല ഉറപ്പുകളും കൊടുത്തിട്ടുണ്ട്. കാരണം നെതന്യാഹു ആഗ്രഹിച്ച 2 കാര്യങ്ങൾ ഈ യുദ്ധത്തിൽ നടന്നില്ല. ഒന്ന്, ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം സാധിക്കാൻ കഴിഞ്ഞില്ല. ഹമാസിനെ പരിപൂർണമായിട്ടും നശിപ്പിക്കാനും പറ്റിയില്ല. അപ്പൊ ഇനിയുള്ള സ്ട്രാറ്റജി എന്താണ്? ഇനിയുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഈ തൽക്കാല വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുക, അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം തുടങ്ങാം. അത്തരമൊരു ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ്. നമുക്കറിയാം, ഇത് ബൈഡൻ ഇതിനകത്തൊരു ക്ലെയിം ഒന്നുമില്ല. ബൈഡന് ക്ലെയിം ഉണ്ടായിരുന്നെങ്കിൽ ബൈഡൻ പിന്നെ ഈ 1 വർഷത്തിലേറെയായിട്ട് നടന്നുകൊണ്ടിരുന്ന യുദ്ധം നേരത്തെ അവസാനിപ്പിക്കണമായിരുന്നു. ബൈഡന്റെ പ്രതിനിധികളും ഖത്തറും ഒക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രംപ് നൽകിയ ഈ ഒരു ഉറപ്പ്, ഇസ്രായേലിന് നൽകിയ ഈ ഉറപ്പാണ് ഈ യുദ്ധം, അതായത് 19-ാം തീയതി ഞാൻ അധികാരത്തിൽ ഏറ്റെടുക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിച്ചോളണം എന്ന് അതിശക്തമായി അദ്ദേഹം ഈ നെതന്യാഹുവിനോട് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് യുദ്ധം അവസാനിച്ചത്. എന്നാൽ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. ഈ ബന്ദികളെ മുഴുക്കൻ ലഭിച്ചു കഴിഞ്ഞാൽ വേറൊരു തരത്തിൽ ആക്രമണം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഈ നെതന്യാഹുവും ട്രംപും അവിടെ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉക്രൈന്റെ കാര്യത്തിലും ഇതിനകത്ത് നമ്മൾ ലോകം കാണാതെ പോകുന്നൊരു കാര്യം, ഈ വോളോഡിമിർ സെലൻസ്കി പോളിഷ് യഹൂദനാ. അപ്പം ഇവർക്ക്, അതായത് അദ്ദേഹത്തിന്റെ മരുമകൻ യാരിദ് കുഷ്നർക്ക് ഈ യഹൂദരോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട്. ഇത് പിന്നെ വോളോഡിമിർ സെലൻസ്കി വളരെ ബോധപൂർവം അദ്ദേഹം പോകുന്ന രാജ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ യഹൂദമായ പശ്ചാത്തലം ഉന്നയിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും കൈയൊഴിയുന്ന തരത്തിലുള്ള ഒരു സമീപനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ യുക്രൈന്റെ കാര്യത്തിലും ഉണ്ടാവുമെന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്,
അവരുടെ ഒരു പോളിസി ഉണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും പ്രത്യേകിച്ച് ട്രംപിന്റെയും ഈ രാജ്യങ്ങൾക്ക് പൈസ കൊടുത്തുള്ള ഒരു കളിയും കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും ഈ ഉക്രൈനെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം ആയിരിക്കത്തില്ല ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. പ്രൊഫസർ ജോസഫ് ആൻ്റണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ അൺപ്രഡിക്റ്റബിളാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം എന്ത് ചെയ്യും, എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങാൻ പോകുന്നത്, ഇപ്പോൾ പറയുന്നതിൽ നിന്ന് ഇനി മാറ്റി പറയാൻ പോകുന്നത്, ഇതൊന്നും നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ടതും അധികാരമേറ്റതും അമേരിക്കയുടെ 47ാം പ്രസിഡന്റ് ആണെങ്കിൽ പോലും അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ ലോക ജനതയെ തന്നെ ബാധിക്കുന്നതാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുമ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ വസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുക എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി തിരിച്ചു വരുമ്പോൾ വളരെ കൗതുകത്തോടുകൂടിയും വളരെ ആശ്ചര്യത്തോടുകൂടിയും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വളരെയധികം നന്ദി പ്രൊഫസർ ജോസഫ് ആൻ്റണി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.